ബാലചന്ദ്രൻ അലീനയെ കാണാൻ വേണ്ടി കൊളുത്തുപുഴയ്ക്ക് പോകുന്നുണ്ട്. ഈ ഒരു സംഭവം അറിഞ്ഞ് വൈജ വീണ്ടും ഭ്രാന്ത് പിടിച്ചോളം നടക്കാണ്. വൈകുന്നേരം അത്താഴ സമയത്ത് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീണ്ടും അവളെ കാണാൻ പോയല്ലേ അലീനയെ? അതെ, ഞാൻ കാണാൻ പോയി. അതിന് നിനക്കെന്താ പ്രശ്നം? കേട്ട പിള്ളാരെ, നിങ്ങളെന്നും കൊണ്ടുപോകാതെ അയാൾ പോണ എന്തിനാന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കാണ്. കൃഷ്ണയെ രോഹിത്തും ഇതിനോടകം തന്നെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. കൃഷ്ണ പറയാണ്, അമ്മയ്ക്കെന്താ, അലീന ചേച്ചിയിലെ കാണാൻ പോയത് വേറെ ആരും അല്ലല്ലോ. എടി, ആരാടി ഈ അലീന ചേച്ചി? അയാളുടെ മകളാണെന്ന് കുറെ കാലം പറഞ്ഞ് നിങ്ങളെന്നെ പറ്റിച്ചില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ അതല്ല എന്നുള്ള കാര്യം? അലീന ചേച്ചി നിങ്ങളുടെ അച്ഛൻ്റെ മകളല്ല, എന്റെയും അല്ല. പിന്നെ ആരുടെ മകളാ? എവിടുന്ന് വലിഞ്ഞു കയറി വന്ന ഒരു വേലക്കാരി പെണ്ണ്. അവൾക്ക് വേണ്ടി ഇത്രയുമൊക്കെ അയാൾ ചെയ്യേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കാണ്. അയാൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടി കൊണ്ടുപോകാലോ. നിങ്ങൾ കുറെ തവണ പറഞ്ഞില്ലേ ഒന്ന് കൊണ്ടുപോന്ന്. എന്നിട്ട് ഇയാളെ കേട്ടോ? അതിന് കാരണം എന്താ എന്ന് ചോദിക്കാണ്. രോഹി പറയുന്നുണ്ട്, അതിന് കാരണം എന്തോ ആയിക്കോട്ടെ, അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നം? അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്നോ? കൃഷ്ണമോളെ, ബബിതെ, നിന്റെയൊക്കെ വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ ഭർത്താക്കന്മാര് ഇതുപോലെ കണ്ട വേലക്കാരന്മാരെ പിന്നാലെ പോകുമ്പോഴേ നിനക്കതിന്റെ വേദന മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ മനസ്സിൽ ഓർക്കാണ്, അമ്മയ്ക്ക് സത്യങ്ങൾ അറിയില്ലല്ലോ, അതുകൊണ്ട് അമ്മ അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ ചെറിയ ന്യായമുണ്ട്. കാരണം ശരിക്കും വേലക്കാരുടെ പിന്നാലെ തന്നെ പോണ പോലെയാണല്ലോ അമ്മയ്ക്ക് ഫീൽ ചെയ്യുക. അമ്മയുടെ മകളാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മേ, ദയവ് ചെയ്ത് വീട്ടിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. അച്ഛൻ കാണാൻ പോയ ചേച്ചി ഞങ്ങൾക്കെല്ലാം സ്വന്തം ചേച്ചിയെ പോലെയാ. അവിടെ പോയി ചേച്ചിയെ കണ്ടു, തിരിച്ചു വന്നു. എടാ, എങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് തരാൻ പറ, നിങ്ങളെ കൂടി കൊണ്ടുപോകാൻ പറ. എന്തുകൊണ്ടാ അയാൾ അതുമാത്രം ചെയ്യാത്തത്? അപ്പോൾ തന്നെ മനസ്സിലായില്ലേ അതിലെന്തോ കള്ളത്തിലുണ്ടെന്ന്. എന്ത് കള്ളത്തിലുണ്ടാവാനാമേ എന്ന് ചോദിക്കാണ്. നിനക്കപ്പോ ഒന്നും മനസ്സിലായില്ല അല്ലേടാ? നീയൊക്കെ പൊട്ടന്മാരെ പോലെ ഇവിടെ ഇരുന്നോ? അതെ, നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടേ വൈദ്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. ബബിത പറയാണ്, അച്ഛാ, അമ്മ ചോദിക്കുന്നതിൽ ഒരു ന്യായമില്ലേ? ശരിക്കും ചേച്ചി നമ്മുടെ വീട്ടില് ജോലിക്കാരായിട്ട് വന്നതാ. നമുക്ക് വേണ്ടി ചേച്ചി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേച്ചിനെ ഞങ്ങൾ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത്. ആദ്യം അച്ഛൻ സ്വന്തം ചേച്ചിയാണെന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. അത് ഞങ്ങൾ ക്ഷമിച്ചു. ചേച്ചിയുടെ അച്ഛൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അമ്മ ചിന്തിക്കുമ്പം അമ്മയുടെ ഭർത്താവ് ഒരു ജോലിക്കാരിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നു, അവളെ കാണാൻ പോകുന്നു. അതൊക്കെ ഏതൊരു ഭാര്യയ്ക്ക് അച്ഛൻ സഹിക്കാനാവുക എന്ന് പറയുമ്പം അവൾ അതൊക്കെ സഹിച്ചോളും. കാരണം അവളുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നും അല്ലല്ലോ. അച്ഛൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയ്ക്കെന്താ പ്രശ്നം? നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ ചേച്ചി വരുന്നത് വരെ? പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം രോഹി പറയാണ്, ബബിതേ, പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ പതിയെ വഴിയെ നീ അറിഞ്ഞോളും എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ആഹാരം കഴിച്ച് കൈ കഴുകുന്നുണ്ട്. ശേഷം സിറ്റൗട്ടിലേക്ക് പോയിട്ട് ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് രോഹിത്തും കൃഷ്ണമോളും വരുന്നുണ്ട്. അച്ഛൻ വിഷമിക്കാതെ, ബബിതയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ. അവളോടി അറിഞ്ഞാൽ വേണ്ട. നിങ്ങളെപ്പോലെയല്ല അവളുടെ സ്വഭാവം, എടുത്തിയാട്ടക്കാരിയാ, വെട്ടൊന്ന് മുറിയുണ്ട് എന്ന സ്വഭാവക്കാരിയാ. വൈജ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലേ അവൾ വിളിച്ചുകൂവി സത്യങ്ങളെല്ലാം പറയും. നിങ്ങളെപ്പോലെ ശാന്ത സ്വഭാവക്കാരിയല്ല. കൃഷ്ണ പറഞ്ഞ പോലെ ജൂനിയർ വൈജിയാ ബബിത. അതുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കേണ്ട എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമ്മൾ പറയുന്നുണ്ട്, അത് ശരിയായേട്ടാ, ചേച്ചി നമ്മളെപ്പോലെയല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തടിച്ച് അപ്പോൾ തന്നെ പറഞ്ഞു കളയും. ആകെപ്പാട് വിഷയമാകും. അതുകൊണ്ട് ഇപ്പൊ ചേച്ചിയോട് ഒന്നും പറയാതിരിക്കും നല്ലത്. അങ്ങോട്ടേക്ക് ബബിത ഇറങ്ങി വരുന്നുണ്ട്. എന്താ 3 പേരും കൂടി ഒരു രഹസ്യം പറിച്ചില്? ഇന്നലെ വരെ രോഹിയേട്ടനും കൂടി അച്ഛനെ കുറ്റപ്പെടുത്തുകയായിരുന്നല്ലോ. അഡ്രസ്സ് തന്നില്ല, കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞുണ്ട്. എന്നിട്ടിപ്പോ ഇന്നെന്താ നേരെ മാറിയത്? അപ്പൊ എന്തോ ഇതിനിടയ്ക്ക് സംഭവിച്ചല്ലേ? ഞാൻ വെറും പൊട്ടിയായിട്ട് ഇരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം, എൻ്റെ ചേച്ചി അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ ചോദിക്കായിരുന്നു ചേച്ചിക്ക് അവിടെ സുഖമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അച്ഛാ, എനിക്ക് എന്തായാലും അല്ല ചേച്ചിയെ കാണണം. അതും അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ലീവാ. ഞങ്ങളെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അച്ഛനെ അതിന് മറുത്തൊന്നും പറയണ്ട. അച്ഛനൊന്ന് പോയാലേ, കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ പിന്നാലെ വരും എന്ന് പറയുമ്പോൾ ശരി, സമ്മതിച്ചു. അടുത്ത ആഴ്ച നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും, പോരെ എന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് ആശ്വാസം ആകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അലിനയ്ക്ക് ചോറ് വാരി കൊടുത്ത കാര്യവും തിരിച്ച് വാർത്തുന്നതും അങ്ങനെ സ്റ്റാലിയുമായി സംസാരിച്ച കാര്യങ്ങളും അവിടുത്തെ തോട്ടമൊക്കെ കണ്ട കാര്യവും എല്ലാം
ബാലൻ പറയുന്നുണ്ട്. അവിടുത്തെ ആളുടെ ഭാര്യയുടെ ചേച്ചി വന്ന് അലമുണ്ടാക്കിയ കാര്യങ്ങളും എല്ലാം പറയാണ്. അപ്പൊ നമ്മുടെ ബബിത ചോദിക്കുകയാണ്, അതെന്തിനാ അവരൊക്കെ ഒന്ന് അലമുണ്ടാക്കിയത്? അപ്പോഴാണ് ബാലന് സ്റ്റാൻലി അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം ബബിതയ്ക്ക് അറിയില്ലല്ലോ എന്ന് ഓർത്തത്. അത് പിന്നെ വേറൊന്നുമല്ല, അവള് ഒരു സ്ത്രീയല്ലേ, അവിടെ വന്ന് നിന്ന് ജോലി ചെയ്യുമ്പം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ തടുതപ്പുന്നുണ്ട്. ബബിതയ്ക്ക് ഇപ്പം എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണ്. സത്യം പറയാച്ചാ, അലിന ചേച്ചി ആരുടെ കൂടെ ഇപ്പോൾ ഉള്ളത്? അവിടെ ഉള്ളത് അലിന ചേച്ചി ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞാല് എന്തൊക്കെയോ ഒരു കള്ളത്തരം എനിക്ക് മണക്കുന്നുണ്ട്. അവിടെ അച്ഛൻ പോകുന്നതില്, അച്ഛൻ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതില് എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട്. സത്യം പറയച്ചാ, അവിടെ ഉള്ളത് ചേച്ചി ആരാ? അവിടെയുള്ള ആളുടെ ഭാര്യയുടെ ചേച്ചി ഒന്ന് വഴക്കുണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ. അച്ഛൻ പറയുന്നത് ചേച്ചിക്ക് അവിടെ പൂർണ്ണ സുരക്ഷിതത്വം ആയിരിക്കുമെന്നാ. ഏതോ ഒരു പ്ലാന്റർ ജോലിക്കാര് ഇങ്ങനെയുള്ള 4 പുരുഷന്മാരുടെ ഇടയിലേക്ക് ചേച്ചിയെ കൊണ്ട് നിർത്തിട്ട് ചേച്ചി സുരക്ഷിതയായിരിക്കുന്ന പറഞ്ഞാല് എന്തർത്ഥമാണ് ഉള്ളത്? ഒരു പരിചയമില്ലാത്തവളുടെ വീട്ടിലേക്ക് കൊണ്ട് നിർത്തുന്നു, അതും 3.5 ഏക്കർ പറമ്പിനകത്ത് ഉള്ള ഒറ്റൊരു ബംഗ്ലാവ്. അതില് എന്തൊക്കെയോ കള്ളത്തിലുണ്ട്. സത്യം പറയച്ചാ, ഇനിയും കള്ളം പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പം ബാലൻ എഴുന്നേൽക്കുന്നുണ്ട്. കൃഷ്ണയും രോഹിത്തും ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയച്ചാ, എനിക്കറിയണം എന്തുകൊണ്ടാ ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തത്. അതിന് കാരണം എന്താ? അവിടെയുള്ളത് ചേച്ചിയുടെ ആരാ? ചേച്ചി അവിടെ സുരക്ഷിതമായിരിക്കുന്നു പറയണമെങ്കിൽ ചേച്ചിനെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പം ബാലൻ പറയുന്നുണ്ട്, നീ പറഞ്ഞൊക്കെ ശരിയാ, നിന്റെ മനസ്സിൽ നീ ചിന്തിച്ചു കൂട്ടത് ശരി തന്നെയാ. അവിടെയുള്ളത് വേറെ ആരുമല്ല, അലീനയുടെ പപ്പയാ എന്ന് പറയുന്നുണ്ട്. അലീന ചേച്ചിയുടെ അച്ഛനോ? അതെ, ചേച്ചിയുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അയ്യോ, അതാരാച്ച എന്ന് പറയുമ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല, അവളുടെ സ്വന്തം പപ്പയോടുള്ളത്, അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാ ഇത്ര ധൈര്യത്തോടു കൂടി അവളെ അവിടെ കൊണ്ടാക്കിയെന്ന്. അവളുടെ അച്ഛനോളം അവളെ സുരക്ഷിതത്വമായിട്ട് നോക്കാൻ അവിടെ വേറെ ആരാ ഉള്ളത് എന്ന് പറയുമ്പം, അപ്പൊ ഇത്രയും കാലം അയാൾ എവിടെ ആയിരുന്നോ? അയാൾക്ക് അറിയില്ലായിരുന്നോ ചേച്ചീനെ? ഇല്ല, അയാൾക്ക് അറിയില്ലായിരുന്നു. പണ്ട് ഒരു പ്രണയബന്ധത്തില് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ മകളാ. 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവളെ വീണ്ടെടുത്ത് കൊടുത്തത്. അപ്പോഴും അയാൾക്ക് വിശ്വാസം വന്നില്ലായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ വിശ്വാസമായി. അതെങ്ങനെ? അത് പിന്നെ ആ അയലുടെ അച്ഛൻ്റെ അമ്മയുടെ അതേ തനി സ്വരൂപമാണ് അവൾക്കും. കണ്ടപാടെ മനസ്സിലായി, സ്വന്തം അമ്മയുടെ അതേ രൂപത്തിൽ വന്നത് മകള് തന്നെയാണല്ലോ. അതുകൊണ്ട് അപ്പോൾ സ്വന്തം മോളാല്ലേ, സ്വന്തം അച്ഛനല്ലേ ചേച്ചിയുടെ അവിടെ ഉള്ളത്? എങ്കിൽ ഞങ്ങൾക്ക് കാണണം ഞങ്ങളുടെ ചേച്ചിയുടെ അച്ഛനെ, എന്നിട്ട് ചോദിക്കണം എന്താണ് ചേച്ചി അന്വേഷിക്കായിരുന്നേന്ന്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നത് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള ജീവനുണ്ടെന്ന് പോലും ഇവർ മനസ്സിലാക്കിയത്. പണ്ടൊക്കെ എന്തൊക്കെയോ സംഭവിച്ചൊക്കെ പോയതാ, അതൊക്കെ പണ്ടത്തെ കഥ. അതൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. നിങ്ങളും ചോദിക്കാനോ പറയാനോ പിന്നെ നിങ്ങളുടെ അമ്മയോട് പറയാനോ നിൽക്കണ്ട. അമ്മ അറിയട്ടെ അച്ഛാ, ചേച്ചി ഒരു അനാഥയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അമ്മ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. അമ്മ അറിയട്ടെ. വേണ്ട, ഇത് അവൾ അറിയണ്ട. അവൾ അറിഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാക്കും. അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അലമ്പം ഉണ്ടാക്കിയിട്ട് വരും. അതുകൊണ്ടൊന്നും പറയണ്ട. പിന്നെ ഇവിടെ ഞാനുമായിട്ട് അവൾ മോശമാണെന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ പോയി അവളുടെ അച്ഛനോടങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാലോ? അതുപോലെ സ്വന്തം മോളെക്കുറിച്ച് അയാൾ തെറ്റിദ്ധരിച്ചാലോ? പിന്നെ നിന്റെ അമ്മയുടെയൊക്കെ സ്വഭാവമല്ലേ ഹരിയുടെയും മനുവിൻ്റെയൊക്കെ കാര്യം പോയി പറഞ്ഞു കൊടുത്താ പിന്നെ അത് മതി. അതുകൊണ്ടൊക്കെയാ ഞാൻ പറയാത്തത്. പിന്നെ അയാളുടെ ഭാര്യയും വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് വലിയ വിഷയമായിരുന്നു. അത് നിങ്ങളുടെ അമ്മ അറിഞ്ഞാൽ പിന്നെ സീനാവും. അതുകൊണ്ടാ പറയാതിരുന്നത്. എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി നമ്മുടെ ബബിതേനെ ബാലേന്ദ്രൻ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താണ്. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ അച്ഛനെ എനിക്ക് ഉടനെ കാണണം. ഞാൻ എന്തായാലും അമ്മയോടൊന്നും പറയില്ല. അടുത്ത ആഴ്ച പക്ഷേ ഞങ്ങളെ കൊണ്ടുപോകണം, അയാളൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അത് വലിയൊരു ബംഗ്ലാവാ, വലിയൊരു മിലിറ്ററി ഓഫീസറായിരുന്നു അയാൾക്ക് അതിൻ്റെതായ എല്ലാ അച്ചടക്കവും ഇതൊക്കെയുണ്ട്. അവിടെ ചെന്നാലും നമ്മൾ അച്ചടക്കമൊക്കെ പാലിച്ചു വേണം നിൽക്കാൻ. ഇവിടുത്തെ പോലെ ഒന്നുമല്ല, ഒച്ചയോ ബഹളോ ഒന്നും പാടില്ല, ഒരുപാട് സ്ട്രിക്റ്റാ. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാൻ മടിക്കുന്നത്. അതൊന്നും സാരമില്ല, ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ അനുസരിച്ചോളാം, ചേച്ചി ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുമ്പം ശരി, അടുത്ത ആഴ്ച ആവട്ടെ. പിന്നെ ഞാനായി പറഞ്ഞ കാര്യം നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കളയരുത്. ചേച്ചി അച്ഛൻ്റെ അടുത്താന്ന് പിന്നെ അത് വലിയ പ്രശ്നമാവും, അറിയാമല്ലോ. അതൊക്കെ അറിയാം, എങ്കിലും ചേച്ചിക്ക് സ്വന്തം അച്ഛനെ കാണാൻ പറ്റിയല്ലോ എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ എങ്ങനെ തപ്പി പിടിച്ച് എടുത്തച്ചാന്ന് ചോദിക്കുമ്പം അതൊക്കെ തപ്പിയെടുത്തു. അലീനയുടെ പഴയ ഓർഫനേജിൽ പോയി അന്വേഷിച്ചു. അങ്ങനെ കുറേ പേരുടെയൊക്കെ ചോദിച്ചു അന്വേഷിച്ചും പറക്കിയൊക്കെയാ അയാളെ കണ്ടെത്തിയത്. അല്ലച്ചാ, അപ്പൊ ചേച്ചിയുടെ അമ്മ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലന് ഉത്തരം മുട്ടി പോവാണ്. അതറിയില്ല. ആരോ ഒരു സ്ത്രീ പണ്ട് അയാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു, പിന്നെ അവരെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ ബബിതയെ മടക്കി അയക്കുകയാണ്. ബബിതയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അവളുടെ സ്വന്തം അച്ഛനരികിലാണല്ലോ അലീന എന്ന് കരുതിക്കൊണ്ട്. അപ്പം കൃഷ്ണരോഹിയും പറയാണ്, ഇത് തന്നെ ഇനി ബബിത വിളിച്ച് പറയുമെന്ന് ആർക്കറിയാം. എന്തായാലും അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. സത്യം പറയുന്നത് എന്തായാലും നന്നായി. അല്ല, ഇനി പപ്പയാന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തോണ്ടൊന്ന് അമ്മയെങ്ങാനും കാണിക്കുമോ? അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവിടെ പോയിട്ട് അയാളുടെ ഒരു ഫോട്ടോഗ്രാഫ്സ് പോലും ഉള്ളെടുക്കരുത്. പേരും ചോദിക്കാൻ പാടില്ല. പേരും അതുപോലെ അയാളുടെ റാങ്കോ ഒന്നും ചോദിക്കരുത്. അതൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മളാ. അവൾ ഒരിക്കലും സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാ അച്ഛൻ പറഞ്ഞത് എന്ന് നമ്മുടെ കൃഷ്ണമോളെ രോഹിക്കൂടെ പറയാണ്. റൂമിലിരുന്ന് വൈച്ച ആകെപ്പാടെ കലിപ്പ് കയറി ഇരിക്കുകയാണ്. തലേദിവസമാണ് ബാലൻ കൊളുത്തുപുഴയ്ക്ക് പോയിട്ട് വന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നല്ലോ അവിടെ നടന്നത്. അതൊക്കെ ഓർത്തുകൊണ്ട് വൈജ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് ബബിത മുറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കഥക് ലോക്ക് ചെയ്യാണ്. രോഹിത്തിനെ കൃഷ്ണമോക്കുവാണെങ്കിലോ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ല. നിനക്ക് കൂടി അത് മനസ്സിലാകില്ലെന്നുണ്ടോ? എന്താ അമ്മേ കാര്യം? എടി, നീ എൻ്റെ സ്ഥാനത്ത് ചിന്തിച്ചു നോക്ക്. പ്രായപൂർത്തിയായവളല്ല നീ. എൻ്റെ ഭർത്താവ് ഒരു ജോലിക്കാരിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നു. അവളുടെ പിന്നാലെ നടക്കുന്നു. എന്നെ റൂമിലേക്ക് അടുപ്പിക്കുന്ന പോലുമില്ല. എന്നൊരു ഭാര്യയായിട്ട് അയാൾ അംഗീകരിക്കുന്ന പോലുമില്ല. അങ്ങനെ നിനക്കാണ് അവസ്ഥയെങ്കിൽ നിനക്ക് സഹിക്കാനാവുമായിരുന്നോ എന്ന് പറയുമ്പം അമ്മേ, അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്ത് കാര്യമാണ്? അയാളുടെ മകളാണെന്ന് പറഞ്ഞ് കുറേ കാലം നമ്മളെയൊക്കെ പറ്റിച്ചില്ലേ? അയാളുടെ മകളായിരുന്നെങ്കിൽ ശരി, അയാളെ പറഞ്ഞതെല്ലാം നമുക്ക് സത്യമാണെന്ന് കരുതായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അയാളുടെ മകളല്ല. അത്രയും കാലം പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിച്ചില്ലേ? എനിക്ക് ഉറപ്പാ അയാൾക്ക് അവളുമായിട്ട് എന്തോ ഇടപാടുണ്ട്, അവിഹിതം തന്നെയാ എന്ന് പറയുമ്പം അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. എന്നെക്കാട്ടിലും 2-3 വയസ്സ് കൂടുതൽ ചേച്ചിക്ക്. അത്രയല്ലേ ഉള്ളൂ. ആ ചേച്ചിയെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എടി, ഓരോരുത്തന്മാർ സ്വഭാവമൊന്നും പറയാൻ പറ്റില്ല. 15 വയസ്സിലെ ചെറുമാരങ്ങ് തുടങ്ങും എന്നൊക്കെ പറയുമ്പം അങ്ങനെ നല്ല ചേച്ചി പാവാ. നമുക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്തു നമുക്ക് വേണ്ടി നീ പറയുന്നേ? ഭക്ഷണം ഉണ്ടാക്കി തന്നതൊക്കെ അവളുടെ ജോലിയായിരുന്നു. അതെല്ലാം ചെയ്തു തന്നത് അമ്മേ. അതല്ല, എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടായിരുന്നു. അതെല്ലാം മാറ്റാൻ ചേച്ചി സഹായിച്ചത്. രോഹിത്തേട്ടൻ്റെ കാര്യം തന്നെ ഓർത്താൽ മതിയല്ലോ. പിന്നെ രോഹിത്തേട്ടൻ്റെ കാര്യം അവളായിട്ട് ഉണ്ടാക്കി വെച്ചതാ ഇതെല്ലാം. എന്നിട്ട് രക്ഷപ്പെടുന്ന പോലെ അഭിനയിച്ച് എല്ലാവരും മനസ്സോളം നേടിയെടുത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാത്തത് എന്നോട് പറഞ്ഞിട്ടല്ല, നിന്നോട് ഞാനിത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നിന്റെ അച്ഛനെ കാണിക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇത്രയേക്കാൾ ചെയ്തു കൂട്ടിയിട്ടും നിങ്ങൾക്കൊക്കെ ആ സപ്പോർട്ടും സ്നേഹവും അയാളോടല്ലേ? എന്നോട് ആരെങ്കിലും സംസാരിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ? ഇന്നലെ കൂടി അയാൾ അവളെ കാണാൻ പോയി. നിങ്ങൾ എന്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അഡ്രസ്സ് തരാത്തത്? അല്ലെങ്കിൽ നീ പോയി അയാളോട് ആ അഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞല്ലോ, നീ പോയിട്ട് അയാളുടെ ആ അഡ്രസ്സ് ഇനി കൊണ്ടുപോവാ, അപ്പം നമുക്ക് പറയാം സത്യമാണോ അല്ലയോ എന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ പോയിട്ടെ ആ അഡ്രസ്സുമായിട്ട് വരാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ബബിത മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം അമ്മ എന്ത് പറഞ്ഞു? അത് പിന്നെ ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് അതിലെ അഡ്രസ്സ് വേണമെന്ന്. അത് കിട്ടിയ അമ്മ വിശ്വസിക്കാന്ന്. അമ്മയ്ക്ക് ഇപ്പം തന്നെ ആ അഡ്രസ്സ്? അല്ല, നമ്മളെന്തോ കള്ളം മറച്ചു വെക്കാണ്. അച്ഛനെന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അഡ്രസ്സ് തരാതെന്നൊക്കെയാ അമ്മ പറയണേ. അത് പിന്നെ ഞാൻ കൊണ്ടുതരാം. വേണ്ട, ഞാൻ പോയി എടുത്തോളാം. അച്ഛൻ്റെ ഫോണോടെ കാണുമല്ലോ, അച്ഛനോട് ചോദിച്ചിട്ട് അതിനെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുറിലേക്ക് കയറിപ്പോവാണ്. കൃഷ്ണമ്മക്ക് ആകെപ്പാടെ പേടിയാവുന്നുണ്ട്. സ്റ്റാലിൻ എന്ന പേര് കണ്ടാല് വലിയ സത്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. അതോടുകൂടി എല്ലാം അവസാനിച്ചു. അപ്പോഴേക്കും ബബിത മുറിയിലേക്ക് ചെല്ലുന്നുണ്ടേ. ബാലിനപ്പോൾ ബാത്റൂമിലായിരിക്കും. എന്താ മോളൻ ചോദിക്കുമ്പം അച്ഛാ, എനിക്ക് അച്ഛൻ്റെ ഫോണൊന്ന് വേണമായിരുന്നു, ലോക്കൊന്ന് പറയുമെന്ന് ചോദിക്കുമ്പം ഫിംഗർ ലോക്കാ മോളെ, ഞാൻ വന്നിട്ട് എടുത്തു തരാം എന്ന് പറയുന്നുണ്ട്.
അച്ഛൻ കുളിക്കാൻ കയറുതുള്ളോ? അതേ മോളെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയം കൃഷ്ണൻ അങ്ങോട്ടേക്ക് കയറുകയാണ്. അച്ഛാ, ബബിതേച്ചി എന്താ പറഞ്ഞത്? അത് പിന്നെ മോളെ, അവളൊന്ന് ഫോൺ ചോദിച്ചു, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. എന്താടാ? അല്ലച്ചാ, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അച്ഛൻ്റെ ഫോണിൽ നിന്നും അഡ്രസ്സ് എത്താൻ വരാൻ. അതിനാ ചേച്ചി വന്നത്. അയ്യോ ആണോ? എന്തായാലും ഞാൻ കുളിച്ചുകൊണ്ടൊന്നും നന്നായി, അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ ഞാൻ പതറിപ്പോയേനെ. അച്ഛാ, എന്തായാലും അച്ഛൻ്റെ ഫോണിലെ വേറെ അഡ്രസ്സ് അച്ഛനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചോ. ചേച്ചി വരുമ്പം അത് പറഞ്ഞു കൊടുത്താൽ മതി. അത് പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ഫോൺ ലോക്കടിച്ച് സ്റ്റാലിക്ക് പകരം വേറൊരു പേരും ആ വീടിൻ്റെ അഡ്രസ്സിന് പകരം വേറെ അഡ്രസ്സും ഒക്കെ കുളത്തുപുഴ മാത്രം വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാണ്. എന്നിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ബബിത കയറി വരുന്നുണ്ട്. എവിടെ വെച്ചാൽ അഡ്രസ്സെന്ന് ചോദിക്കുമ്പം എന്നാ തന്നില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ അഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണേ. അങ്ങനെ ആ അഡ്രസ്സും മേടിച്ചുകൊണ്ട് ബബിത നേരെ താഴേക്ക് പോകുന്നുണ്ട്. ബാലനപ്പോഴാണ് സമാധാനം വന്നത്. അങ്ങനെ താഴേക്ക് പോയതിനു ശേഷം വൈദ്യുതി മുറിയിലേക്ക് ചെല്ലാണ്. വൈദ്യുതി മുറിയിലേക്ക് പോയിട്ട് ബബിത ആ ഒരു അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ദേ അഡ്രസ്സ്. ഇപ്പം അമ്മയ്ക്ക് സമാധാനമായോ? ഇനി അമ്മ അന്വേഷിച്ച് നോക്ക് അവിടെ ഉള്ളതാരാ എന്താന്നൊക്കെ, അപ്പം അമ്മയ്ക്ക് സമാധാനമാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബബിത പോവാണേ. അപ്പോൾ ബബിതയ്ക്ക് അറിയാലോ അത് അവളുടെ പപ്പയാന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാര്യം അമ്മയെ അറിയുമെന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് ബബിത ആ കാര്യം ഓർക്കുന്നത്. ഇനി അന്വേഷണം അറിഞ്ഞ് അച്ഛനെന്നെങ്ങാണോ അറിഞ്ഞാൽ വലിയ പ്രശ്നം അമ്മ ഉണ്ടാക്കുമോ എന്ന് ഓർക്കാണ്. പെട്ടെന്ന് തന്നെ ബബി നേരെ ബാലിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛാ, ഞാൻ അഡ്രസ്സ് കൊടുത്തോണ്ട് വലിയ പ്രശ്നം ഉണ്ടാവുമോ? അമ്മ ചോദിച്ചുകൊണ്ട് വാശിക്ക് ഞാൻ പറഞ്ഞതാ. പക്ഷെ അമ്മ ഏതെങ്ങാണോ അറിഞ്ഞിട്ട് അങ്ങോട്ടെങ്ങാണോ പോവോ, പോയി പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. മോളെന്തായാലും സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇല്ലച്ചാ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ബബിത പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വൈജ ആ ഒരു അഡ്രസ്സൊക്കെ വെച്ച് ഗൂഗിളിലും അവളുടെ തപ്പി നോക്കുകയാണ്. പക്ഷെ എവിടെ നോക്കിയിട്ടും ആ ഒരു അഡ്രസ്സ് കാണാൻ പോലും ഇല്ല. കൊളുത്തുപുഴയിൽ അങ്ങനെ അഡ്രസ്സ് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വൈജയ്ക്ക് തോന്നുകയാണ് ഇന്നത് ഫേക്ക് അഡ്രസ്സ് പോലാണോ എന്ന് തോന്നുന്നുണ്ട്. ബബിതനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഡേ, എന്ത് പാടി ഇത്? ഇങ്ങനെ അഡ്രസ്സിൽ ഒരാൾ പോലും ഇല്ല. പലരും ഞാൻ വിളിച്ചന്വേഷിച്ചു, പല സൈറ്റിലും നോക്കി, പക്ഷേ അങ്ങനെ അഡ്രസ്സ് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പം അങ്ങനെ ഒരാളുടെ അഡ്രസ്സൊന്നും വെച്ച് എവിടെ നോക്കാൻ പറ്റില്ലമ്മേ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? എടി, നിന്റെ അച്ഛൻ തന്നെ പറ്റിച്ചതാ, ഇതേ ഫേക്ക് അഡ്രസ്സാ, ആണെന്ന് പോയിട്ട് നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബബിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അച്ഛൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ അലീനയുടെ പപ്പയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ വലിയ വിഷയം ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി അച്ഛൻ അഡ്രസ്സ് മാറ്റുന്നത് ആയിരിക്കാമെന്ന് ബബിത ഊഹിക്കുന്നുണ്ട്. അച്ഛൻ തന്ന അഡ്രസ്സ് ശരിയാ, എന്നോട് മനുവേട്ടനും പറഞ്ഞല്ലോ. പിന്നെ മനുവേട്ടൻ അവനും കണക്കാ, എല്ലാവരും കൂടി ഒത്തോണ്ടാ. അവന് നാണില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അവളെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞ് അവൻ പിന്നാലെ നടക്കുകയല്ലേ, നാണം കെട്ടവൻ എന്ന് പറയുന്നുണ്ട്. അമ്മേ, അങ്ങനെ ചേട്ടൻ പറഞ്ഞെങ്കിലേ അതിന് പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ രഹസ്യം കാണും. അതൊന്നും മനസ്സിലാക്കാതെ അമ്മ കിടന്ന് വേറെ കയറൂരിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എൻ്റെ മുമ്പിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് വൈജ വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. ബബിന്റെ മുറിയിലേക്ക് ചെല്ലാണ് ബാലന്റെ. അച്ഛനെ പറ്റിച്ചതല്ലേ? എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അല്ല, അച്ഛൻ തന്ന അഡ്രസ്സ് ഫേക്ക് അല്ലേ? എങ്കിൽ പിന്നെ അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞിടായിരുന്നോ? എനിക്കറിയാലോ അവിടെ ഉള്ളത് ചേച്ചിയുടെ പപ്പയാണെന്ന്. അമ്മ അറിഞ്ഞ പ്രശ്നമാണെന്നും അറിയാലോ, അച്ഛനൊന്ന് പറഞ്ഞിടായിരുന്നോ എന്ന് പറയുമ്പം അല്ല മോളെ, മോളവിടെ പോയിട്ട് ഒന്ന് വാദിച്ചിട്ടൊക്കെയല്ലേ വന്നത്. അവൾ എന്തായാലും ആ അഡ്രസ്സ് തപ്പി പോകാനൊന്നും പോകുന്നില്ല, പിന്നെ ഒന്ന് അന്വേഷിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഫേക്ക് അഡ്രസ്സ് കൊടുത്തതാ, അതൊന്നും അല്ല ശരിക്കുള്ള അഡ്രസ്സ് എന്ന് പറയാണ്. എന്നെയും കൂടി അച്ഛൻ പറ്റിച്ചല്ലേ? അല്ലടോ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് ബാലൻ നൈസായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എങ്കിലും കൊള്ളാച്ച, എനിക്ക് അഡ്രസ്സൊന്നും തരാത്തേ. ഞാൻ പറഞ്ഞല്ലോ അടുത്ത ആഴ്ച നമ്മൾ നേരിട്ട് പോവാ, അപ്പോൾ നീ അഡ്രസ്സ് എടുത്തോ. അതുവരെ അഡ്രസ്സ് നീ അറിയണ്ട. നിന്റെ അമ്മ എങ്ങനെയെങ്കിലും അറിഞ്ഞാലേ ആകെ വിഷയമാകും. ഇപ്പൊ തന്നെ നീ കൊണ്ട് കൊടുക്കാൻ പോയതല്ലേ വാശിക്ക്. കൊടുക്കാഞ്ഞത് എന്തോ ഭാഗ്യം, അല്ലെങ്കിൽ അലീനയ്ക്ക് അവളെ കൂടെ നിന്റെ അമ്മ സമാധാനം കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിത ദേഷ്യത്തിലാണെങ്കിലും താഴേക്ക് ഇറങ്ങി പോവാണ്. കൃഷ്ണയോട് രോഹിയോട് പോയിട്ട് പറയുന്നുണ്ട് അച്ഛനെ എങ്ങനെ പറ്റിച്ചോന്ന്. ചേച്ചി, അച്ഛൻ ചെയ്തത് ശരിയല്ലേ? ചേച്ചി ആ ദേഷ്യത്തിനെങ്ങാണം ആ അഡ്രസ്സ് കൊണ്ട് കൊടുത്തിരുന്നെങ്കിലോ? അമ്മ അന്വേഷിച്ച് പിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കിയേനെ.
ചേച്ചി അവിടെ നാറ്റിച്ചേനെ. സ്വന്തം പപ്പയല്ലേ അവിടെ ഉള്ളത്. പിന്നെ അവിടെ പോയി വേണ്ടതിനൊക്കെ പറഞ്ഞു കൊടുത്ത് ചേച്ചിനെ ഇഷ്ടമാണ് വരപ്പിച്ചേനെ. ആ പപ്പയുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ പോയി ഓർന്നൊക്കെ പറഞ്ഞു കൊടുത്താ ഇവിടുത്തെ അപ്പുറം വിഷയമാവില്ലേ എന്നൊക്കെ പറയുമ്പം ബബിതയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ബബിതയും രോഹിയും കൃഷ്ണമോളും കൂടി അവരവരുടെ മുറിയിൽ പോയി രാത്രി കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് നമ്മുടെ കൃഷ്ണമോള് പതി എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. നോക്കുമ്പം വൈജിയാണ് കേട്ടോ. പതുങ്ങി 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 സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാണ്. അമ്മയുടെ പിന്നാലെ ഫോളോ ചെയ്ത് കൃഷ്ണമോളും പോകുന്നുണ്ട്. പതിയെ നമ്മുടെ വൈജി പോണത് വേറെ എങ്ങോട്ടും അല്ല, ബാലിന്റെ മുറിയിലേക്കാണ് കേട്ടോ. ആ അഡ്രസ്സ് ഫേക്ക് ആണെന്ന് വൈജിക്ക് മനസ്സിലായല്ലോ. ബാലിന്റെ ഫോണിൽ നിന്നും ആ അഡ്രസ്സ് കൈക്കലാക്കണം. അതിനുവേണ്ടിയാണ് രാത്രിയിൽ ആരും കാണാതെ പമ്മി പമ്മി വൈജി പോണത്. പതിയെ പോയി ഡോറ് തുറക്കുന്നുണ്ട്. ഡോറ് കുറ്റിയിട്ടിട്ടില്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് വൈജി പതിയെ അകത്തേക്ക് കയറുകയാണ്. ബാലിന്റെ ഫോണ് ടേബിളിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ബാലിന്റെ ഫോൺ ലോക്ക് അടിക്കാൻ ശ്രമിക്കുമ്പോൾ പഴയ ലോക്കല്ല, പുതിയൊരു ലോക്കാണ് വരുന്നത്. അതും ഫിംഗർ ലോക്ക് വരുന്നുണ്ട്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് കരുതുന്നുണ്ട്. ബാലൻ അവിടെ കിടക്കുമ്പോൾ ബാലിന്റെ കയ്യിൽ വിരലെടുത്ത് പതിയെ ഫോണിൽ വെച്ച് ലോക്ക് അഴിക്കാണ്. ബാലൻ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. ലോക്ക് അഴിച്ചിട്ട് ആ അഡ്രസ്സ് തപ്പുന്നുണ്ട്. ഈ സമയം അമ്മയെന്ന് കൃഷ്ണമോൾ വിളിക്കാണ്. വൈജ ഒന്ന് ഞെട്ടി വിറച്ച് പോകുന്നുണ്ട്. ബാലൻ പതി അനങ്ങുമ്പോഴേക്കും വൈജ പുറത്തേക്ക് ചാടി ഇറങ്ങുകയാണ്. എന്താണ് നീ ഇവിടെ എന്ന് ചോദിക്കുമ്പം അമ്മ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ ഇതെന്റെ ഭർത്താവിന്റെ മുറിയല്ലേ. ഭർത്താവിന്റെ മുറിയൊക്കെ തന്നെയാ. രാത്രി പാത്തും പതുങ്ങിയും അച്ഛൻ ഉറങ്ങിയതിന് ശേഷം അമ്മ വന്ന് അച്ഛനെ ഫോൺ എടുത്ത് നോക്കി എന്തിനാണ് ഞാൻ ചോദിച്ചത്. അതൊരു കള്ളത്തരമല്ലേ? അതടി കള്ളത്തരം തന്നെയാ. പകലെ ആ ഒരു അഡ്രസ്സ് ചോദിച്ചപ്പോ അയാളെന്നെ പറ്റിച്ചു. ഫേക്ക് അഡ്രസ്സ് തന്നെ പറ്റിക്കായിരുന്നു. അവൾ എവിടെയാണെന്ന് ഞാൻ അറിയാൻ പാടില്ലായിരിക്കും അല്ലേ? പക്ഷേ എനിക്കറിയണം. അതിനോട് തന്നെയാടി ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. എങ്കിലേ ഞാനിപ്പോൾ അച്ഛനെ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പോൾ മിണ്ടി പോകരുത്, നിന്നെ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് വൈജ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോവാണ്. പെട്ടെന്ന് സൗണ്ട് കേട്ട് ബാലൻ എഴുന്നേൽക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ കൃഷ്ണമോളൻ ചോദിക്കുമ്പം അച്ഛാ ഡോർ ലോക്ക് ഇട്ട് കിടന്നോ, പല കള്ളന്മാരും ഉണ്ട് ഇവിടെ. അച്ഛൻ്റെ ഫോണിൽ നിന്ന് അഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പല കള്ളന്മാർ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ബാലനത് വൈജിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ശരി അച്ഛാ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോവാണ്. ബാലനെപ്പോഴേക്ക് എഴുന്നേറ്റ് ലോക്ക് ഇടുകയാണ് ഡോറിൻ്റെ. വൈജി താഴേക്ക് പോയിട്ട് താഴെ തന്നെ നമ്മുടെ കൃഷ്ണമോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൃഷ്ണ താഴേക്ക് വരുമ്പോൾ വൈജി ചോദിക്കുകയാണ്, താന്തോടെല്ലാം പറഞ്ഞു കൊടുത്തല്ലേടി? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ കള്ളന്മാർ വരും, സൂക്ഷിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഡി നീ കൂടുതൽ പൊട്ടം കളിക്കൊന്നും വേണ്ട. പാതത്തിൽ നിന്നിട്ട് നിനക്ക് ഉറക്കവും ഇല്ലേ? ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോഴാ അമ്മയുടെ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടത്. ആര് നടക്കുന്ന പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ട് നോക്കിയതാ ആരാണെന്ന്. അതുകൊണ്ടിപ്പോൾ കള്ളനെ പിടിക്കാനായല്ലോ എന്ന് പറയുന്നുണ്ട്. അയാൾ എന്തുകൊണ്ടാ ആ അഡ്രസ്സ് അങ്ങനെ മറച്ചു വെക്കുന്നത്? ആ അഡ്രസ്സ് ഞാൻ അറിഞ്ഞ എന്താ പ്രശ്നം? നീ കൂടി അതിന് സപ്പോർട്ടാണല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാര്യമുണ്ട്. അമ്മ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. വേണ്ടടി, ഞാനൊന്നും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയെടുത്തോളം മതി. എൻ്റെ മോളും എൻ്റെ ഭർത്താവും എല്ലാവരും കൂടി എന്നെ ചതിക്കല്ലേ. എങ്ങനെയെങ്കിലും ഞാൻ അഡ്രസ്സ് കണ്ടെത്തും, അവിടെ പോവുകയും ചെയ്യും. അവളെ അയാളുടെയൊക്കെ മുമ്പിൽ ഞാൻ വലിച്ചു കയറും, നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് വൈ ദേഷ്യപ്പെട്ട് മുറിലേക്ക് കയറി കഥ അടയ്ക്കുകയാണ്. അങ്ങനെ വൈജി മുറിലേക്ക് നമ്മുടെ കൃഷ്ണമോളും മുറിലേക്ക് കയറി പോകുന്നുണ്ടേ. കൃഷ്ണ ഓർക്കാണ്, എൻ്റെ ഈശ്വര ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? അമ്മ സത്യം അറിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുന്ന അച്ഛൻ. ഇനി അച്ഛനോട് പറയാതെ സത്യം പറയാതെ കരുതിയാലോ? അതും പറ്റില്ല. ചേച്ചിയാണെങ്കിലോ സ്വന്തം പപ്പയുടെ അടുത്ത്, അതും അമ്മയെ അറിയിക്കാൻ പറ്റില്ല. ആകെപ്പാട് ധർമ്മസങ്കടത്തിലായാലും ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളോട് കിടക്കാണ്. രാത്രിയിൽ വീണ്ടും വന്ന് സൗണ്ട് കേട്ട് എഴുന്നേക്കണമെന്ന് ഓർക്കുമ്പം കൃഷ്ണ ഓർക്കുന്നുണ്ട്, വേണ്ട ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ. അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ വേറെ എന്തൊക്കെയോ ഒരു സൗണ്ട് പോലെ തോന്നിയിട്ട് പതിയെ എഴുന്നേറ്റ് നോക്കുകയാണ്. അപ്പം നമ്മുടെ വൈജ ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്താമ്മേ രാത്രി ഉറക്കമില്ലേ? നിനക്കെന്താ രാത്രി ഉറക്കമില്ലേ? അത് പിന്നെ ഈ സൗണ്ട് കേട്ടാ ഞാൻ എങ്ങനെ ഉറങ്ങുക? ഞാനെന്താ ഇവിടെ ചെലം കിട്ടുമെന്ന് നടക്കുവാണോ? അല്ലല്ലോ. അല്ലമ്മേ, അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം തട്ടുമുട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് സൗണ്ട് കേട്ടാ എനിക്ക് ഉറക്കം വരുന്നില്ല. അമ്മേ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങടി. എൻ്റെ ഉറക്കവും കളഞ്ഞ് എൻ്റെ സമാധാനം കളഞ്ഞിട്ട് അപ്പനും മോളൊക്കെ സൂചിച്ച് കിടന്ന് ഉറങ്ങുകയല്ലേ. ഉറങ്ങട്ടെ, എല്ലാവരും ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. കൃഷ്ണമോള് അകത്തേറി കഥ ലോക്ക് ചെയ്യാണ്.
എന്നിട്ട് തലാണ കൊണ്ട് മുഖം ഇങ്ങനെ മൂടി വെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. വൈജയാണെങ്കിലോ അവർക്ക് ദേഷ്യവും ടെൻഷനും എല്ലാം ആയിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബും ഹൈപ്പും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.